ഇതെന്തെഴുതുന്നേ? ഞാനേ ഈ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോഴെങ്കിൽ ഭയങ്കര ഒരു മനോവിഷമം. എന്നാൽ ഈ വിഷമം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഒരു കത്തങ്ങ് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഐഡിയ. ഐഡിയ ഒക്കെ നല്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് എഴുതണ കാരണേ ഇത് എങ്ങനെ എഴുതും, എങ്ങനെ തുടങ്ങും, അങ്ങനെ ഒരു പിടുത്തവും കിട്ടില്ല. ഇത് നമുക്ക് റെഫറൻസ് ഒന്നും നോക്കാക്കില്ലല്ലോ. റെഫറൻസ് ഇല്ലെന്ന് ആര് പറഞ്ഞു? ട്രംപ് മോദിജിക്കോ മോദിജി ട്രംപിനോ എഴുതിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലെങ്കിലും ഒന്നിട്ടങ്ങ് നോക്കിയാൽ മതി. അവരും വലിയ പോണോ? ലവല്ല, പക്ഷെ അവർ തമ്മിൽ ബെസ്റ്റുകളാണ്. ബെസ്റ്റുകളായിട്ടാണ് ഇന്ത്യക്കാരെയൊക്കെ മറ്റേ കള്ളന്മാരെയും പിടിച്ചു പറിക്കാൻ പോലെ അവിടുന്ന് ചങ്ങലയൊക്കെ ഇട്ട് ഓടിച്ചു വിട്ടത്. അത്രയൊക്കെ ചെയ്തിട്ട് അയാൾ വീണ്ടും അവിടെ പോയി അയാളടുത്ത് ഇരിക്കുന്നെങ്കിൽ അവർ തമ്മിൽ എത്ര വലിയ ഫ്രണ്ട്സ് ആണെന്നൊന്ന് ആലോചിച്ചു. പുള്ളി പോയി ചില്ല് ചെയ്യണ പരിപാടിയൊക്കെ കഴിഞ്ഞാ. എന്നിട്ട് അതിന്റെ തീരുമാനങ്ങളൊക്കെ എന്തൊക്കെയായി കത്തൊക്കെ പിന്നെ എഴുതാം. ക്ലാസ് തീരുമാനങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലെങ്കിലും എല്ലാ ഇന്ത്യക്കാർക്കും പൊട്ടിച്ച് കളിക്കാൻ കുറച്ച് ആയുധങ്ങളൊക്കെ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തരും. ഇപ്പം പറയാൻ പറ്റൂല. ട്രംപിനെ തൃപ്തിപ്പെടുത്താനായിട്ട് തോക്കും പൊട്ടാസൊക്കെ വാങ്ങിച്ച സ്ഥിതിക്ക് അതൊക്കെ ഇനി ഉപയോഗിച്ച് കാണിക്കണ്ടേ. എനിക്കാണ് പ്രധാനമന്ത്രി ആയുധ യോജന എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അത് വളരെ ഗുണമാകുമല്ലോ. നമുക്ക് ജനസംഖ്യ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഏർപ്പാടായിരിക്കും അത്. വേറെയുണ്ട്. മോദിയുടെ വിമാനം ഡൽഹിയിൽ ഇറങ്ങുന്നതിന് മുന്നേ 119 ഇന്ത്യക്കാരെ കൂടി US എയർഫോഴ്സ് വിമാനത്തിൽ കയറ്റി അയച്ചിട്ടുണ്ട്. എന്നിട്ടും അയാളെ കണ്ടുപോയി ചീട്ട് കളിച്ച് ചില്ല് ചെയ്യാനുള്ള ജിയുടെ ഒരു മനസ്സേ. ഈ ചൈനയുമായിട്ടുള്ള തർക്കത്തിന്റെ വിഷയത്തിൽ ട്രംപ് ഇടപെടാന്നെന്തോ പറഞ്ഞില്ലേ? അതിലെങ്കിലും മോദി ഫ്രണ്ട്ഷിപ്പ് മടന്ന് നോ അടിച്ചു കാണൂലേ? പിന്നെ ഇപ്പോൾ അടിക്കും, നോക്കിയിരുന്നാൽ മതി. ട്രംപ് വിഷയത്തിൽ ഇടപെടാന്ന് പറഞ്ഞപ്പോൾ മോദി ബാപൊത്തി വെറുതെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. എടാ അത് ചിലപ്പോഴേ ഈ ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ ജിക്ക് മിണ്ടാൻ പറ്റൂലല്ലോ. ട്രംപ് എടുത്തടിച്ച പോലെ എന്തെങ്കിലും 2-3 ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജി ലോക്കാവൂലേ? കളിച്ച കളിയാ. പക്ഷെ നീ പറയണ കേട്ട് എനിക്ക് തോന്നുന്നത് ജിക്ക് ട്രംപിനെ പേടിയായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൊത്തിയിരിക്കുകയെന്ന് വെച്ചാൽ മുട്ടിടിക്കുകയായിരിക്കും അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവട താല്പര്യം. ഇന്ത്യ എങ്ങാനും ട്രംപിനെ എഴുതി കൊടുക്കാനുള്ള പ്ലാനാണോ നമുക്കറിഞ്ഞൂടല്ലോ. ഡേടെ ഒന്നും മിണ്ടാതിരി. ഇല്ലാത്ത കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ മിണ്ടാതിരി.